ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഒരു വെള്ളരിയും പയറും വെച്ചിട്ട് ഒരു സംഭവമാണ്, ഒരു ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ വെള്ളരി നന്നായി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഒരു ടിപ്പായിട്ട് കരുതാം, ഒരു പാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് താഴെയായിരിക്കുമല്ലോ ഇടുക കട്ടിംഗ് ബോർഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേസ്റ്റ് നമുക്ക് നേരെ കൊണ്ടുപോയി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ടൈലൊക്കെ ആയാൽ ഈച്ച പിറുക്ക് അതൊക്കെ വരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സിമ്പിൾനെസ് എത്രയാണെന്ന്. കാരണം നമ്മളൊരു പാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം വേസ്റ്റ് അതിലോട്ട് ഇട്ടാൽ നമുക്ക് അത്രയും പണി കുറയും. നെക്സ്റ്റ് നമുക്ക് അതിലോട്ടേക്ക് ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളരിയും പയറും വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. കാരണം എൻ്റെ അടുത്ത് വെള്ളരിയും പയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പയറിൻ്റെ കോമ്പിനേഷനായിട്ട് ഏത് വെജിറ്റബിൾ ചേർത്തെടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളരിയാണ് ചേർത്ത് കൊടുത്തത്. വെള്ളരിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. വെള്ളരി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മറ്റേ ഇതില്ലേ, എന്താണ്, ചിരങ്ങ, അതും ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, വെള്ളച്ചിരങ്ങ. പിന്നെ നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഞാൻ കല്ലുപ്പാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ഉപ്പാന്നുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്, 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ചെറിയ സ്പൈസ് ആണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചപ്പയറും കൂടി ഇത് കുതിർത്തി വെച്ച് ഓൾറെഡി കഴുകി വെച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് പച്ചമുളകും പച്ചമുളക് ഓൾറെഡി ഇട്ടല്ലോ, ചുവന്ന മുളകിൻ്റെ പൊടിയാണ് ഇതിലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. മുളക് അരച്ച് വെച്ചിട്ടുള്ളത് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവത്തെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്രഷർ ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഓൾറെഡി വെള്ളപ്പയർ കുതിർത്തി വെച്ചതായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടി. ഒരു 5-6 വിസിലായ സമയത്ത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി, നല്ല ഉടഞ്ഞ് കിട്ടി. നിങ്ങൾ അതുപോലെ കുതിർത്തി വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് വെന്ത് കിട്ടും. ഞാൻ പിന്നെ കുതിർത്തി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ കാച്ചി ഒഴിക്കാനുണ്ട്. അത് കടുകൊക്കെ പൊട്ടിച്ച് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതിനെക്കൊണ്ട് നമ്മളെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ച് പോയി. അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പയർ, ഈ ഗ്യാസ് പിടിക്കുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഈ വെജിറ്റബിൾസ് കൂടുതൽ നമുക്ക് ഗ്യാസ് പിടിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കുറേ വെളുത്തുള്ളി ഇട്ട് ചേർത്ത് കൊടുക്കുക, വെളുത്തുള്ളി പിന്നെ ജീരകം. അപ്പോൾ കുറച്ച് ആശ്വാസമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തളിച്ചിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കറി. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.